അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോ നമ്മൾ വയറിങ്ങുമായിട്ട് സംബന്ധിച്ചതായിരുന്നു പറഞ്ഞത്. വയറിങ്ങിൽ പൈപ്പിങ്ങിൽ വന്ന അപാകതകൾ എങ്ങനെ ശരിയാക്കാം, അതില്ലാതെ ഇരുന്നാൽ നമുക്ക് കറണ്ട് ബില്ല് കുറക്കാൻ വേണ്ടി എന്തൊക്കെ സഹായിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിനുശേഷം നമ്മൾ DB സെലക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ DB എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാൻ വേണ്ടി പോകും. DB ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് തന്നെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ DBൻ്റെ സെലക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോറ് അകത്തേക്ക് വരുന്നത് വാങ്ങും. 2 പീസായിട്ട് 3 പാർട്ടായിട്ട് വരുന്ന ഡോറുണ്ട്. അതിന് പകരം ഈ 2 പാർട്ടായിട്ട് വരുന്നത് വാങ്ങും. ഇങ്ങനത്തെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്താണ് ഡോറ് വരും. അപ്പോൾ പ്ലാസ്റ്റിങ് കുറച്ച് കുഴിഞ്ഞു പോയാലും പുറത്തേക്ക് ആയിപ്പോലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മറ്റേ നമുക്ക് സൈഡിൽ നിന്ന് കാണുമ്പോൾ ബോർ വരും, ഇതിന് ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പോൾ നോക്കുന്നതാണെങ്കിൽ നമ്മളിത് അടുപ്പിച്ച് വെക്കുന്നതാണെങ്കിൽ ഈ ഒരു സൈഡ് ഡോർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴെങ്കിലും. അപ്പോൾ ഡോറ് ഡിസ്മാൻഡിൽ ചെയ്യാൻ ഈസിയായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും അത് പറ്റണമെന്നല്ലോ. ഇപ്പോൾ ഒരു വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഓഫാക്കി ചെയ്യണമെങ്കിൽ ഡോർ ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിടാൻ പറ്റുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് DBയുടെ ഹൈറ്റ്. DBയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ മനുഷ്യന് എത്തുന്ന ഹൈറ്റ്, മേലെ നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിൽ വരെ ഡ്രസ് ചെയ്യാനും ഓഫാക്കാനും എല്ലാം എത്തുന്ന ഹൈറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് 1.25 മീറ്റർ സെൻറ്റർ വരുന്ന ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്ലോറിങ് ചെയ്യാത്തതാണെങ്കിൽ ഫ്ലോറിങ്ങിൻ്റെ ഒരു 3 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഇത്രയാണ് ഈ ഹൈറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാതെ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ വേറെ സ്വിച്ച് ബോർഡുകൾ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ TV യൂണിറ്റ് സെറ്റ് ചെയ്തത് ഇതിൻ്റെ ബാക്കിലാണെന്നുള്ളത് നോക്കണം. പിന്നെ വേറെ എന്തെങ്കിലും ഹാങ് ചെയ്യാനുള്ള സംഭവങ്ങളോ വാർഡ്രോബോ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളൊരു വാളാന്ന് നോക്കണം. അതിൻ്റെ ഓപ്പോസിറ്റുള്ള സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിലേക്ക് ഡ്രില്ലിങ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒന്ന് നോക്കണം, നമ്മൾ ബാത്റൂമിൻ്റെ വാളാണോ അകത്ത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ബാത്റൂമിൻ്റെ വാളിൻ്റെ പുറമേ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ എന്തായാലും ഒരു ചെറുതായിട്ട് ഈർപ്പം വന്ന് ഇതിൻ്റെ മെറ്റൽ ബോഡിക്ക് ഡാമേജ് വരുത്താനും സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആക്സസറീസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രിൽ ചെയ്യുമ്പം DBയിലേക്ക് വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വാളും സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഹൈറ്റൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 1.25 മീറ്റർ സെൻറ്റർ വരുന്ന ഇതിലാണ് നമ്മളിത് ഹൈറ്റ് മാർക്ക് ചെയ്തത്. ഇതിൻ്റെ വിടുത്തും ഹൈറ്റൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലെല്ലാം ഒരു 2 സെൻറ്റിമീറ്റർ എല്ലാ ഭാഗത്തും കൂട്ടിയിട്ട് നമ്മളിനി കട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് പൈപ്പ് വരേണ്ട ഭാഗങ്ങളെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. അതിനുശേഷം DBൻ്റെ ആഴം എല്ലാം സെറ്റാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ ചെയ്ത വർക്ക് നമ്മളല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് കൂടി പോകുന്ന ഈ ഒരു പൈപ്പ് നമുക്കറിയാൻ പറ്റില്ല, പ്ലാസ്റ്റിക് ചെയ്തതാണല്ലോ ഓൾറെഡി. അപ്പോൾ അങ്ങനെ ഒരു പൈപ്പ് പോകുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ DB വെക്കുന്നതാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിനുശേഷം നമ്മൾ താഴോട്ടേക്ക് 2 എർത്ത് കൊടുക്കാനുള്ള ലൈനും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സർജ് പ്രൊട്ടക്ഷൻ്റെ ഇതാണ് വരുന്നത്, ഒന്ന് പിന്നെ നമ്മുടെ സാധാരണ ഈ DBയുടെ ബോഡി കൊടുക്കേണ്ട എർത്താണ്. രണ്ടും നമ്മൾ പൈപ്പിലെ കൂടി തന്നെ ഇറക്കുന്നത്. കാരണം ഈ ഇതിൻ്റെ ഫ്ലോറിൽ കൂടി കംപ്ലീറ്റ് പോകുന്നത് കൊണ്ട് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ചെറിയ ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്ത് തരിപ്പ് എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പൈപ്പിലെ കൂടി തന്നെ ഇടാൻ തീരുമാനിച്ചു. പിന്നെ DBയുടെ മുകളിലത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി വരുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കിയത്. അതുപോലെ തന്നെ താഴെ പൈപ്പ് ഇടേണ്ട ഭാഗവും കട്ട് ചെയ്ത് എടുക്കിയത്. അപ്പോൾ ഇവിടെ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 150 രൂപയുടെ ഒരു സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ട് പൈപ്പ് ഇടുന്നതിന് മുമ്പായിട്ടൊന്ന് സ്പ്രേ കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയിന്നിനി. എന്തായാലും നമ്മൾ പ്ലാസ്റ്റിങ്ങിന് മുന്നേ ചെയ്യുന്നതിന് നല്ലത് കേട്ടോ. നമ്മളിപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിൽ ചെറുതായിട്ട് പ്ലാസ്റ്റിങ് ഇളകിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഒന്നുകൂടി പ്ലാസ്റ്റർ ചെയ്യണം. പിന്നെ ഈ പൊട്ടിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഇളകി. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്തത് പ്ലാസ്റ്റിങ്ങിന് മുന്നേ സെറ്റ് ചെയ്തതിൻ്റെ അത്ര ഒരു ബലമൊന്നും എന്തായാലും ഉണ്ടാവില്ല. പിന്നെ പൈപ്പിങ് മുകളിൽ നിന്ന് വന്ന് ആണിയെല്ലാം വന്ന് അതും കൂടി പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇളകി പോരുകയും ചെയ്യില്ല. എന്നാലും
സ്ട്രെങ്ത് കൂടുതൽ മറ്റേ സാധാരണ ടൈപ്പ് ഇതിന് മുന്നേ ചെയ്യുന്നതിന് തന്നെയാണ്. അപ്പോൾ ബേക്കിൽ അടിച്ചു കഴിഞ്ഞു, DB സെറ്റാക്കാൻ വേണ്ടി പോയി അതിന്. ലെവൽ ഓക്കെയാണ്, നമ്മൾ ആ കണക്കിൽ കട്ട് ചെയ്തുകൊണ്ട് ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിങ്ങിന് മുന്നേ ചെയ്യുന്നതിന് നല്ലത് കേട്ടോ. കാരണം നമുക്ക് ഏകദേശം സ്വിച്ച് ബോർഡിൻ്റെ എണ്ണം ആദ്യം കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ അതിന് കണക്കായിട്ടുള്ള ഒരു DB തന്നെ വാങ്ങിയിട്ട് സെറ്റ് ആക്കുക. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2-3 സ്പേസ് ഉള്ളൊരു DB തന്നെ വാങ്ങിയാൽ മതി. MCBൻ്റെ സ്പേസ് ഉള്ള DB തന്നെ വാങ്ങിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ DB വെക്കുന്നതിനെ പറ്റി കാണിക്കാനുള്ളത്. ഇനിയിപ്പോൾ പൈപ്പിംഗ് ചെയ്യുന്ന ഭാഗം ഞാൻ കാണിക്കുന്നില്ല. ഏതായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പ്ലാസ്റ്റിങ്ങിന് മുമ്പ് എങ്ങനെ DB സെറ്റ് ചെയ്യുന്നുള്ളൊരു ചെറിയൊരു ഭാഗം ഞാനത് ഉൾപ്പെടുത്തും. പിന്നെ അതുപോലെ തന്നെ വാൾ കട്ടിങ്ങിൻ്റെ ഭാഗങ്ങൾ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്, അത്തരം കാര്യങ്ങൾ ഏതായാലും കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.